കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ തലശ്ശേരി സെഷൻസ് കോടതി 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ UAPA ചുമത്തിയതിനാലാണ് 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിയാരം സഹകരണ ഹൃദയാലയയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പി ജയരാജൻ പ്രത്യേക ആംബുലൻസിൽ രാവിലെ 10:30 മണിയോടെയായിരുന്നു തലശ്ശേരി കോടതിയിലെത്തിയത്. MV ജയരാജൻ, KK രാഗേഷ് MP ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. UDF സർക്കാരും RSSും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ കേസിൽ പ്രതി ചേർത്തതെന്ന് പി ജയരാജൻ പറഞ്ഞു. കതിരൂർ കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഭീകരപ്രവർത്തകന്മാരെ നേരിടുന്ന UAPA നിയമം ഉൾപ്പെടുത്താൻ വേണ്ടി RSS നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ സംഘർഷ കേസുകളിൽ UAPA ആദ്യമായിട്ട് കതിരൂർ കേസിലാണ് ഉൾപ്പെടുത്തിയത്. അത് കൃത്യമായി RSSൻ്റെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു. CPMൻ്റെ പ്രവർത്തകരെന്ന നിലക്ക് കേസിൽപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം RSS നടത്തുകയും അതിന് സഹായകരമായിട്ടുള്ള നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ കേസിൽ UAPA സെക്ഷൻ ഉൾപ്പെടുത്തിയത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പി ജയരാജനെ 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കോടതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. ഹൃദയ സംബന്ധമായ വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2 മണിയോടെ പി ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ, ജെയിംസ് മാത്യു MLA തുടങ്ങിയവർ പി ജയരാജനെ ജയിലിൽ സന്ദർശിച്ചു. ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് K വിശ്വൻ അറിയിച്ചു. കോടതി വളപ്പിലും വഴിയോരത്തും ജയിൽമുറ്റത്തും 100 കണക്കിന് CPIM പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. പി ജയരാജനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും PV ജോഷിലക്കും സിജു കണ്ണനുമൊപ്പം PV കുട്ടൻ. പി ജയരാജനെതിരായ കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് പിണറായി വിജയൻ. ജയരാജന്റെ ആരോഗ്യകാര്യത്തിൽ രാഷ്ട്രീയ പകപോക്കലുണ്ടോ എന്ന് കണ്ടറിയണമെന്നും പിണറായി പറഞ്ഞു. രോഗകാര്യത്തിൽ, ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ, ഈ ആവശ്യമായ പരിശോധനകൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക എന്ന് കണ്ട് അറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിലും രാഷ്ട്രീയമായ പകപോക്കൽ സമീപനം സ്വീകരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്ത് ഈ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതവരുടെ തീരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യം. ഞങ്ങൾ നിയമത്തിന് കീഴടങ്ങി ഇനി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയും ചെയ്യും. പി ജയരാജനെ സംഘപരിവാർ ശക്തികൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. 17 വർഷം മുമ്പുള്ള തിരുവോണനാളിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ RSS സംഘം അദ്ദേഹത്തെ വെട്ടി നുറുക്കുകയും മരിച്ചുവെന്ന് ഉറപ്പിക്കുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത്. 1999 തിരുവോണനാൾ മറ്റ് മലയാളികളെ പോലെ തന്നെ ജയരാജനും കുടുംബത്തോടൊപ്പം തിരുവോണ സദ്യയുണ്ട് വീട്ടിൽ വിശ്രമിക്കുന്ന സമയം. 50 പേരോളം വരുന്ന RSS കൊലയാളി സംഘം കതിരൂരിലെ പി ജയരാജന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. നിരായുധനായ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശരീരം വെട്ടിനുറുക്കുകയായിരുന്നു പിന്നീട് RSS കാവാലികൾ. ആ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടകന്നുവെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു കൊലയാളികളുടെ മടക്കം. ഒരു വലിയ നടുക്കത്തിൽ നിന്നും തിരിച്ചുവന്ന ഭാര്യ യമുനയുടെ ഇടപെടലാണ് പിന്നീട് ജയരാജനെ ജീവന്റെ പാതയിലേക്ക് പിച്ചവെപ്പിച്ചത്. അല്പജീവനും കൊണ്ട് ജയരാജനെയും വഹിച്ച് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. കണ്ണൂരിലെ ചികിത്സയിൽ ജീവൻ തിരിച്ചുപിടിച്ചു. പിന്നീട് RSSന്റെ കൊലയാളി സംഘം വെട്ടിമാറ്റിയ കൈപ്പത്തിയും വിരലുകളും തുന്നിച്ചേർക്കാനായി എറണാകുളത്ത് വിദഗ്ധ ചികിത്സ. കണ്ണൂരിന്റെ ചുവപ്പുകോട്ടയെ കാത്തുസൂക്ഷിച്ച സഖാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പിന്നീട് പ്രസ്ഥാനം കാത്തുസൂക്ഷിച്ചത്. പതിയെ പതിയെ ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. പക്ഷേ ഇപ്പോഴും ആക്രമണത്തിന്റെ ബാക്കിപത്രങ്ങൾ ആ ശരീരത്തിലുണ്ട്.
99-ലെ ആ തിരുവോണനാളിന് ശേഷം സ്വന്തമായി ഒരു ഉരുളച്ചോറ് വാരിക്കഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഫാസിസ്റ്റുകൾക്ക് വളരാൻ കരുത്തനായ ഒരു ശത്രു അനിവാര്യമാണ്. കണ്ണൂരിൽ RSSന്റെ മുഖ്യ ശത്രുവായി ജയരാജൻ മാറുന്നത് അങ്ങനെയാണ്. കണ്ണൂരിന്റെ ചുവപ്പുകോട്ടയെ കാവിപുതപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ BJP നേതാക്കളെ CPIMലേക്ക് കൊണ്ടുവന്നത് ജയരാജന്റെ ഇടപെടലായിരുന്നു. RSS തയ്യാറാക്കുന്ന ഒരു കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയാകാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതിയാകും P ജയരാജന്. കാവിക്കൊടി പതുക്കെ പതുക്കെ ചുവപ്പണിയുന്നത് ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. RSSന്റെ കുത്തകയായ ശ്രീകൃഷ്ണ ജയന്തിയുടെയും ഗണേശോത്സവത്തിന്റെയും കാവിപ്രഭ കെടുത്തിയത് CPIM ആണ്. ഇങ്ങനെ പോയാൽ കണ്ണൂരിൽ RSS തകർന്നടിയുമെന്ന ഭീതിയാണ് P ജയരാജൻ എന്ന കരുത്തനെ തടവറയിലേക്ക് നയിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റ് 3030 കോടി രൂപയുടെ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ 112 കോടി രൂപ മാത്രമാണ് അധിക വിഭവസമാഹരണം. ലൈറ്റ് മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ തുടങ്ങി 17 സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി 2536.07 കോടിയാണ് ഉമ്മൻചാണ്ടി UDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നികുതി ഇളവായിരുന്നു ബജറ്റിലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. കാർഷികാദായ നികുതിയിൽ നിന്നും എല്ലാ കമ്പനികളെയും ഒഴിവാക്കി. ജീവൻ രക്ഷാ മരുന്നുകളുടെ വാറ്റ് നികുതി രോഗികൾക്ക് തിരിച്ചു നൽകും. എല്ലാ BPL കുടുംബങ്ങൾക്കും സൗജന്യമായി അരി വിതരണം ചെയ്യും. BPL കുടുംബങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ഇതിന് 257.89 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ BPL AAY കുടുംബങ്ങൾക്കും റേഷൻ കട വഴി സൗജന്യമായി അരി വിതരണം ചെയ്യുന്നതാണ്. ഇന്ന് 1 രൂപയ്ക്ക് വാങ്ങുന്നത് രൂപയില്ലാതെ സൗജന്യമായി നൽകും. സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന 30 ലക്ഷത്തോളം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ബാങ്കുകളുടെ സഹകരണത്തോടെ വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവിന് 200 കോടി വകയിരുത്തി. വിദ്യാഭ്യാസ വായ്പ കൃത്യമായി 10 മാസം അടയ്ക്കുന്നവർക്ക് സർക്കാർ 2 മാസത്തേക്ക് പലിശ ഇളവ് നൽകും. കാർഷിക മേഖലയുടെ വികസനത്തിനായി 764.21 കോടിയും റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിനായി 500 കോടിയും കുടുംബശ്രീക്കായി 130 കോടിയും ബജറ്റ് നീക്കിവച്ചു. ശബരിമല മാസ്റ്റർ പ്ലാനിന് 40 കോടിയും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് 100 കോടിയും ബജറ്റ് പ്രഖ്യാപിച്ചു. എല്ലാത്തരം പ്ലാസ്റ്റിക് ബാഗുകൾക്കും 20% നികുതി ഏർപ്പെടുത്തി. നിരാലംബരുടെ പരിചരണത്തിനായി 100 കോടി രൂപയും ബജറ്റ് വകയിരുത്തുന്നു. ക്ഷീരകർഷകർക്ക് ക്ഷേമ പെൻഷൻ 500-ൽ നിന്നും 750 രൂപയാക്കിയും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതാശ്വാസ സഹായം 1800-ൽ നിന്നും 2700 രൂപയാക്കിയും വാർദ്ധക്യകാല പെൻഷൻ 1000-ൽ നിന്നും 1500 ആക്കിയും വർദ്ധിപ്പിച്ചു. 3030 കോടിയുടെ ആകെ നികുതി ഇളവാണ് ബജറ്റിലുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവുകൾ 1575 കോടി രൂപ. പ്രഖ്യാപിച്ച ഇളവുകൾക്ക് 330.45 കോടിയും അധിക വിഭവ സമാഹരണം 112 കോടി രൂപയുമാണ്. റവന്യൂ വരവ് 84,092.61 കോടിയും റവന്യൂ ചെലവ് 93,990.06 കോടിയുമാണ്. വികസനവും കരുതലും ആപ്തവാക്യമാക്കിയ സർക്കാർ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണ് ഇന്നിപ്പോൾ അവതരിപ്പിച്ചത്. എസ് ഷീജ, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിലെ നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു. നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വൻകിട വ്യവസായികളെ സഹായിക്കുന്നതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ബജറ്റ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ രാജിവെക്കണമെന്ന പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷ MLA-മാർ ഇന്ന് സഭയിലെത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ രാജിവെക്കണമെന്ന പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷ MLA-മാർ സഭയിലെത്തിയത്. പിന്നീട് പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഇതിനിടയിൽ ചോർന്ന ബജറ്റിലെ കണക്കുകളും പ്രതിപക്ഷം പുറത്തുവിട്ടു. ചോർന്ന ബജറ്റിന്റെ പകർപ്പ് സഭയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ചോർന്ന ബജറ്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി. നിയമസഭയ്ക്ക് മുന്നിൽ എത്തിയ പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു. വ്യവസായികൾക്കും വ്യാപാരികൾക്കുമെല്ലാം സ്വർണ്ണ കച്ചവടക്കാർക്കുമെല്ലാം കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ അറിയാൻ മനസ്സിലാക്കി, ബഡ്ജറ്റ് മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ വയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യമായ ഒരു ബഡ്ജറ്റാണ്. ബജറ്റ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനറിയാത്ത മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത്തരത്തിൽ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ
ഇതിനകം പുറത്തു വന്നതിന് ശേഷമാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടേബിൾ എ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന ഒരു പേജ് തന്നെ പുറത്തു വന്ന് ചില മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UDF സർക്കാരിന്റെ അവസാന ബജറ്റാണ് KM മാണി രാജിവെച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലക്ഷ്യമിട്ടിട്ടുള്ള എല്ലാ വികസന പരിപാടികളും സമയബന്ധിതമായിട്ട് മുമ്പോട്ട് പോവുക. ഇതെങ്ങനെയാ 1095 ദിവസം കൊണ്ട് കൊച്ചി മെട്രോ, 1000 ദിവസം കൊണ്ട് വിഴിഞ്ഞം. എന്താ? പണമുള്ളത് കൊണ്ടാണ്, സമയത്ത് പേയ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ്. പേയ്മെൻറ്റ് കൊടുക്കാനില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. 400 ദിവസം കൊണ്ട് 100 പാലം തീരുക. എങ്ങനെയാ തീരുന്നത്? പണം യഥാസമയത്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ മേജർ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ദിവസം നീണ്ടിട്ടില്ല. അതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രമീകരണം വളരെ എഫക്റ്റീവായിട്ടാണ് പോകുന്നത്. അതുവരെ ഓരോ പ്രോജക്റ്റിനും ബഡ്ജറ്റ് തുക വെക്കുക. അപ്പോൾ ഒന്നിന് 500 കോടി വെച്ചു, വേറൊന്നിന് 400 കോടി വെച്ചു, വേറൊന്നിന് 700 വെച്ചു. അതിൽ 700 വെച്ച പ്രോജക്റ്റിന് ചിലപ്പോൾ സ്ഥലം കിട്ടി കാണത്തില്ല, ആ രൂപ അവിടെ കിടക്കും. അതേ സമയത്ത് 300 കോടി വെച്ച ഇത് എല്ലാം റെഡിയായി, അവിടെ ഒരു 700 കോടി വേണേൽ അവർക്ക് ചിലവാക്കാൻ പറ്റും, അതിന് പണമില്ല. അതുകൊണ്ട് നമ്മൾ ഈ മേജർ പ്രോജക്ട്സിന് കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റം നമ്മൾ ടോക്കൺ പ്രൊവിഷനെ വെക്കത്തുള്ളൂ. എന്നിട്ട് ഒന്നിച്ച് ഒരു ഫണ്ട് ഓരോ വർഷവും ഓരോ ബഡ്ജറ്റിലും നമ്മൾ മാറ്റിവെക്കും. അപ്പം ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കൊല്ലത്ത് പര്യടനം തുടരുന്നു. ഇപ്പോൾ കുണ്ടറയിലെ സ്വീകരണത്തിൽ പിണറായി സംസാരിക്കുന്നു. തത്സമയം. നല്ല നിലയിൽ പ്രവർത്തന പുരോഗതി ഉണ്ടായിരുന്നു. നല്ലതുപോലെ തൊഴിൽ ദിനങ്ങളും കൊടുക്കുക. എന്നാൽ 2011 ശേഷമുള്ള ഈ 5 വർഷക്കാലം അത് വീണ്ടും കുഴപ്പത്തില്ല. കശുവണ്ടിക്കാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ടുള്ളത്. മറ്റു ചില മേഖലകളെടുത്താൽ ഇപ്പോൾ കയറ് ഏകദേശം അവസാനിച്ച മട്ടാണ്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന് ദിശാബോധമില്ലാത്തതിൻ്റെ ഫലമായി സംഭവിക്കുന്നു. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വ്യവസായ മേഖല, ആ വ്യവസായ മേഖലയെ സംരക്ഷിക്കാനാവണം. കശുവണ്ടിക്ക് ഇപ്പോഴും നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. കേരളത്തിൽ അപകടം നേരിടുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പം നമ്മൾ ഇടപെട്ട് ശരിയായ രീതിയിൽ നീങ്ങിയ അപകടം ഒഴിവാക്കി നിൽക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ കയറിലെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടില്ല. ഇപ്പം നമ്മളല്ല കയറ് കയറ്റി അയക്കുന്നത്, നമ്മൾ മാത്രമായിരുന്നു പണ്ട് കയറ്റി അയച്ചത്. ഇന്ത്യയിലെ കയറ്റി അയക്കുന്ന കയറിന് മിക്കവാറും ഭാഗം നമ്മുടേതായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കയറ്റി അയക്കുന്നുണ്ട്, പക്ഷെ നമ്മളയക്കുന്നത് വളരെ കുറവും. നമ്മുടെ സ്ഥാനത്തേക്ക് തമിഴ്നാട് ഉയരുകയും ചെയ്യുക. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമുക്കാണ് ആയിരുന്നല്ലോ പണ്ട് തെങ്ങ് അധികം. ഇവിടെയായിരുന്നല്ലോ തേങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പക്ഷെ ആ സ്ഥാനമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. ശകരിക്ക് പോലും നമ്മുടെ തമിഴ്നാടിനെ ആശ്രയിക്കുന്നില്ല. അതാണല്ലോ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൊരവസ്ഥ. തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് സാധിച്ചത്? അവർ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കി അവരുടെ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് വലിയൊരു കടലോരമാണ്, വളരെ ദീർഘമായ കടലോരം. നമ്മളായിരുന്നു മത്സ്യം കയറ്റി അയച്ചിരുന്നത്. 1ാം സ്ഥാനം നമുക്കായിരുന്നു. ഇപ്പം നമുക്കല്ല, ആന്ധ്രക്കാണ്.
ആന്ധ്രയിൽ പ്രകൃതിയിൽ കരിഞ്ഞ് ചാകരീകം വന്നതല്ല. അവർ കൃത്യമായി പരിപാടിയിട്ടു എങ്ങനെയാണ് മത്സ്യകൃഷി വികസിപ്പിക്കേണ്ടത്, ഏത് തരത്തിലാണ് മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ മത്സ്യകൃഷി, നല്ല തോതിൽ മത്സ്യോൽപാദനം, അതിലൂടെയാണ് അവർ ഈ 1ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കുറേ സ്ഥാനങ്ങളുണ്ട്. ഇതിലൊന്നും മറ്റുള്ളവരോട് അസൂയ കൂട്ടിട്ടൊന്നും കാര്യമില്ല. നവകേരള മാർച്ചിന് കുണ്ടറയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ജോയ് ആലുക്കാസിന്റെ പുതിയ ഷോറൂം ദില്ലിയിൽ തുറന്നു. ദില്ലി പുസ റോഡിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം MLA വിജേന്ദർ ഗുപ്ത നിർവഹിച്ചു. ജോയ് ആലുക്കാസിന്റെ 145ാം ബ്രാഞ്ചാണ് ദില്ലി പുസ റോഡിലേത്. പ്രത്യേക ജ്വല്ലറി കളക്ഷനാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ജോയ് ആലുക്കാസ് അറിയിച്ചു.